ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. നമ്മൾ കുറച്ച് വീഡിയോകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ക്രിസ്മസ് ന്യൂ ഇയർ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കൊച്ചിൻ കാർണിവൽ റാലി കാണാൻ വേണ്ടിയിട്ടാണ്. ജനുവരി 1 വൈകുന്നേരം 4 മണിക്ക് വെളി ഗ്രൗണ്ടിൽ നിന്നാണ് റാലി തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെളി ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ അധികം ക്രൗഡൊന്നും ആയിട്ടില്ല, നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചിൻ കാർണിവൽ റാലിയാണ്. അപ്പോൾ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ വെളി ഗ്രൗണ്ട് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുവാണ്. എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട്. 4 മണിക്കാണ് കാർണിവൽ റാലി തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട്, ഈ റോഡിൻ്റെ അങ്ങോട്ടാണ് കാർണിവൽ റാലി പോകുന്നത്. അവിടെയും ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഭയങ്കര ക്രൗഡായിട്ടുണ്ട്. ഇതുവരെയും തുടങ്ങിയില്ല. 4 മണിയെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 4:15 ആയിട്ടുണ്ട്. വീണ്ടും നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഈ പോകുന്ന ചെണ്ടക്കാരി കണ്ടില്ലേ, ഇവർ പോകുന്നത് കൊച്ചിൻ കാർണിവലിൻ്റെ തിടമ്പെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരവിടെ പോയി തിടമ്പെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് ആ വെളി ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് റാലി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തിടമ്പ് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ മാത്രമേ റാലി തുടങ്ങുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ചെണ്ടക്കാരാണിത്. അവർ പോയിട്ട് തിടമ്പുമായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് വെളി ഗ്രൗണ്ടിലേക്ക്. ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തിയിട്ട് ഈ തിടമ്പ് ഏറ്റിക്കൊണ്ട് വരുമ്പോഴാണ് റാലി തുടങ്ങുന്നത്. കൊറോണയ്ക്ക് മുമ്പ് വരെ ഈ തിടമ്പ് ആനയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതായത് ആനപ്പുറത്തായിരുന്നു ഈ തിടമ്പ് ഏറ്റിക്കൊണ്ടുവന്നിരുന്നത്. അതിൻ്റെ പുറകിലായിട്ട് റാലിക്കാർ വരും. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. ആനേനെ അങ്ങനെ കാണാറില്ല. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ 2 വർഷമായിട്ട് വണ്ടികളിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ റാലി തുടങ്ങും. കാർണിവൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഒന്നിച്ചു കൂടുവാനും ഒരുമയുടെ ആഘോഷങ്ങളിൽ പങ്കാളികളാകുവാനുമുള്ള വേദിയായി മാറിയിരിക്കുകയാണ്. ജനപങ്കാളിത്തം, പ്രത്യേകിച്ച് യുവജന പങ്കാളിത്തം കാർണിവലിന്റെ ശക്തിയും മുഖമുദ്രയുമാണ്. റാലിക്ക് മുമ്പേ വരുന്നത് കൊച്ചി മേയറും പിന്നെ ശ്രീ ഹൈബി ഈഡനും കൊച്ചി നഗരസഭയുടെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളും ഉണ്ട്. അവരിങ്ങനെ ആദ്യം നടന്നു വരും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റാലി പുറകിൽ വരുന്നത്. അവരുടെ പുറകിലായിട്ട് ആദ്യം വരുന്നത് സൈക്കിൾ റാലിക്കാരാണ്. പിന്നെ ഓരോ ഗ്രൂപ്പുകാർ തീം അനുസരിച്ച് നടന്നു വരും. അത് കഴിഞ്ഞിട്ടാണ് ഫാൻസി ഡ്രസ്സുകാരും പിന്നെ ഫ്ലോട്ടുകാരൊക്കെ വരുന്നത്. തിടമ്പേറ്റിയതിനു ശേഷം അതിൻ്റെ ചെണ്ടമേളങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ആദ്യം വരുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക കലാരൂപങ്ങൾ അടങ്ങിയ കുറച്ച് ഐറ്റംസാണ്. അതായത് കോൽക്കളി, കാവടിയാട്ടം, ദഫ്മുട്ട്, പുലികളി, അങ്ങനെ നമ്മുടെ നാടൻ കലാരൂപങ്ങൾ ചേർന്നിട്ടുള്ള കുറേ ഐറ്റംസ്. സാംസ്കാരിക കലാരൂപങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വരുന്നത് ഫാൻസി ഡ്രസ്സാണ്. ഫാൻസി ഡ്രസ്സാണ് ശരിക്കും ഈ റാലിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. ശരിക്കും നമ്മളെ ചിരിപ്പിക്കുന്ന ഐറ്റംസും ഉണ്ട്, അല്ലാതെ ചിന്തിപ്പിക്കുന്ന ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ദേവന്മാരുടെ രൂപത്തിൽ വരുന്നവരുണ്ട്, സിനിമാ നടന്മാർ, അങ്ങനെ പല പല തീമിൽ വരുന്നവരുണ്ട്. ഇനി നമുക്ക് ഫാൻസി ഡ്രസ്സ് കാണാം.
ഇത്രയും നേരം നമ്മൾ കുറേ ഫാൻസി ഡ്രസ്സ് കണ്ടില്ലേ, അപ്പോൾ ഇനി വരുന്നതാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ഒറിജിനാലിറ്റി തോന്നിയത്. അത് ശരിക്കും ആടുതോമയും നമ്മുടെ സിൽക്ക് സ്മിതയാണ് ആ സ്ഫടികത്തിൻ്റെ അതേപോലെ തന്നെ റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നു. അതിൻ്റെ പുറകിൽ 3 പോലീസുകാരുണ്ട്. അതിനും പുറകിൽ ശരിക്കും ഒരു പോലീസ് ജീപ്പുണ്ട്. അതും ഇവർ ഇതിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. അതിൻ്റെ അകത്തൊരു പോലീസുകാരൻ ഇരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ സിനിമയിൽ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ. ശരിക്കും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പതിനായിരക്കണക്കിന് വർഷങ്ങളായി ഈ അത്ഭുത വിളക്കിനുള്ളിൽ അടഞ്ഞു കിടന്നിരുന്ന എന്നെ നീ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, സ്വന്തമാക്കിയിരിക്കുന്നു. അലാവുദ്ദീൻ, ഞാൻ നിന്റെ അടിമ. പറയൂ അലാവുദ്ദീൻ, അങ്ങേക്ക് എന്താണ് വേണ്ടത്? ഫാൻസി ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഫ്ലോട്ടുകളാണ്. ആദ്യമായിട്ട് വന്ന ഫ്ലോട്ട് തന്നെ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അലാവുദ്ദീനും അത്ഭുത വിളക്കുമാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് അറബിക്കഥകളിൽ കാണുന്ന പോലത്തെ കുറച്ച് ആൾക്കാരും ഉണ്ട് കൂടെ. ഒരു അത്ഭുത വിളക്ക് ഇങ്ങനെ തുറന്നൊരു ഭൂതം ഇറങ്ങി വരികയാണ്. എന്നിട്ട് അലാവുദ്ദീൻ തുറന്ന പോലെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇനി അലാവുദ്ദീൻ്റെ അടിമയാണ്, അലാവുദ്ദീൻ എന്തൊക്കെ വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന്. അത് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വരുന്നത് നല്ലൊരു ഫ്ലോട്ടാണ്. ഇത് കുളച്ചൂർ യുദ്ധത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം വരുന്നത് ഒരു പടയാളിയാണ്. പിന്നെ വിളംബരത്തിൻ്റെ ആ കൊട്ടുന്ന സംഭവവും വിളംബരം വായിക്കുന്ന ഒരു ഇതില്ല, അത് തുണിക്കകത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ വിളംബരം വായിക്കുന്ന ആളും പുറകിലായിട്ട് പടയാളികളും അവർ പിടിച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാരായിട്ടുള്ള പട്ടാളക്കാരെ ചങ്ങലക്കിട്ട് അല്ലെങ്കിൽ കയറിൽ കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതും നല്ല രീതിയിൽ അവർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഫ്ലോട്ട് കാനായിലെ കല്യാണത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫ്ലോട്ടാണ്. കല്യാണം കഴിഞ്ഞൊരു ചെക്കനും പെണ്ണും ഇരിപ്പുണ്ട്. പിന്നെ അവരുടെ അച്ഛനും അമ്മയും അവരുടെ കൂടെ അനുഗമിക്കുന്ന ആ കാലഘട്ടത്തിലെ പോലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത അന്നത്തെ പോലത്തെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ ഫ്ലോട്ട് പോണത്. ഈ വരുന്ന ഫ്ലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫ്ലോട്ടാണ്. ഇതൊരു തമിഴ് സിനിമയിലെ ഫ്ലോട്ടാണ്. നമ്മുടെ ജയിലർ സിനിമ, രജനീകാന്ത് അഭിനയിച്ച ജയിലർ സിനിമയിൽ രജനീകാന്ത് വർമ്മനെ കാണാൻ വരുമ്പോൾ, അതായത് വില്ലനെ കാണാൻ വരുമ്പോഴത്തേക്ക് താലിലെ പാട്ടിട്ടിട്ട് കുറേ ഗുണ്ടകൾ ഡാൻസ് കളിക്കത്തില്ലേ, ആ സംഭവം അതേപോലെ റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഈ വരുന്ന ഫ്ലോട്ട് ഒരു അടിപൊളി സംഭവം തന്നെയാണ്. ഭയങ്കര ഒറിജിനാലിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ആയുർവേദ വൈദ്യശാല അല്ലെങ്കിൽ ഒരു ആയുർവേദ വൈദ്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അഗ്രഹാരം പോലത്തെ സ്ഥലമാണ് റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആൾക്കാർ കിടന്നിട്ട് എണ്ണത്തോണി പോലത്തെ സംഭവത്തിലൊക്കെ കിടന്നിട്ട് എണ്ണയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ പിഴിച്ചില് അതിൻ്റെ മരുന്നുകൾ അരയ്ക്കുന്നത്, അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അടിപൊളി ഒരു ഫ്ലോട്ടാണത്. ഇപ്പം നമ്മൾ കാണുന്നത് കർഷക ആത്മഹത്യനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫ്ലോട്ടാണ്. അത് നല്ല ഒറിജിനാലിറ്റിയോടുകൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരാളിങ്ങനെ ഹാങ് ചെയ്ത് നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പോലീസും എന്താണ് അതിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫ്ലോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് യുദ്ധത്തിന് റെപ്രസെൻ്റ് ചെയ്തൊരു ഫ്ലോട്ടാണ്. ഈ വരുന്ന ഫ്ലോട്ടുകളെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാം തന്നെ കൊള്ളായിരുന്നു. ഭയങ്കര ഒറിജിനാലിറ്റിയോട് കൂടിയിട്ടാണെങ്കിലും അവരുടെ ഡ്രസ്സാണെങ്കിലും അവരുപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് യുദ്ധത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവാം, യുദ്ധം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, യുദ്ധത്തിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഫ്ലോട്ട്. ഇപ്പം നമ്മൾ കാണുന്ന ഫ്ലോട്ടിൻ്റെ തീം എന്ന് പറയുന്നത് വിശപ്പകറ്റാൻ കൊന്നു, അങ്ങനെയാണ് തീം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ആദ്യം തന്നെ ഒരു ടൈഗർ നിൽക്കുന്നുണ്ട്. ടൈഗറിൻ്റെ വായിൽ അത് വേട്ടയാടി പിടിച്ച് മാനുമുണ്ട്. അതായത് ടൈഗറിന് വിശന്നപ്പോൾ അത് വേട്ടയാടി ആ മാനിനെ പിടിച്ചു. അതിൻ്റെ ബാക്കിലായിട്ട് ട്രൈബൽസ് നിൽപ്പുണ്ട്. അവർ അമ്പും വില്ലുമായിട്ടാണ് നിൽക്കുന്നത്. അവർ ഈ ടൈഗറിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അവർക്കും വിശപ്പകറ്റാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നതെന്നുള്ളൊരു നന്നായിട്ടൊരു തീം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഫ്ലോട്ട് പോയിരിക്കുന്നത്.
അങ്ങനെ ഈ വർഷത്തെ കാർണിവൽ റാലി ഏകദേശം അവസാനിക്കാറായി. നല്ല അടിപൊളി ഫ്ലോട്ടുകളും ഫാൻസി ഡ്രസ്സും ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ്. കാരണം ഇവിടെ നല്ല ക്രൗഡാണ്. ഈ കാർണിവൽ റാലി കാണാൻ വേണ്ടിയിട്ട് നല്ല ക്രൗഡാണ്. ഇവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയധികം വോളണ്ടിയർമാരോ പോലീസുകാരോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. കുറച്ച് ആളുകൾ വന്നിട്ട് ആൾക്കാരെ മാറ്റിയിട്ടാണ് ഈ ഫ്ലോട്ടിൻ്റെ വണ്ടികളൊക്കെ കടന്നു പോകുന്നത്. ആളുകളാണെന്നുണ്ടെങ്കിൽ തിങ്ങി നിറഞ്ഞിട്ട് റോഡിലേക്ക് കയറി നിൽക്കുക. നമുക്ക് ശരിക്കും ഒന്ന് മര്യാദയ്ക്ക് നിന്ന് കാണാൻ പോലും പറ്റില്ല. ഞാൻ കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഈ കാർണിവൽ റാലി കാണാൻ വരുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ വർഷവും ഇത് തന്നെയാണ് അവസ്ഥ. ഓരോ വർഷം വരുമ്പോഴും നമ്മളൊന്ന് മെച്ചപ്പെടുമെന്ന് വിചാരിക്കും, പക്ഷേ ഉണ്ടാവുന്നില്ല. ഇനി അടുത്ത വർഷമെങ്കിലും ക്രൗഡിനെയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ കാർണിവൽ റാലി കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഒരു സീരീസ് ഓഫ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാർണിവൽ റാലിയുടെ കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബാക്കിലുള്ള പപ്പാഞ്ഞ ഉണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് വെളി ഗ്രൗണ്ടിലാണ്. ട്രോളുകളിലൊക്കെ നിറഞ്ഞു നിന്ന പപ്പാഞ്ഞാണ്. ഈ പപ്പാഞ്ഞയുടെ കോലത്തെ പറ്റി ഒത്തിരി ട്രോൾ ഉണ്ടായിരുന്നു. ആ പപ്പാഞ്ഞയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പപ്പാഞ്ഞിനെ കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ 2 സ്ഥലത്തും കൂടെ, അതായത് പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും കൂടെ കത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ കത്തിക്കാതെ വെച്ചിരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഔട്ട് പറയാനൊരു പപ്പാഞ്ഞയെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.